കുടുംബ വിചിന്തന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാന ചിന്ത കുടുംബം ബന്ധങ്ങളുടെ വല, ഫാമിലി ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്സ് എന്നതാണ്. ഇന്ന് ലോകം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന നെറ്റ്വർക്കുകളുടെ ഒരു കാലത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും എല്ലാമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിത സാഹചര്യം. എന്നാൽ ദൈവസ്നേഹത്തിൽ സൃഷ്ടിക്കപ്പെട്ട കുടുംബ ബന്ധങ്ങളുടെ കണ്ണികൾ എവിടെയൊക്കെയോ അകന്നു നിൽക്കുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. സൃഷ്ടിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവവുമായും പരസ്പരവുമുള്ള സ്നേഹത്തിൻ്റെ കണ്ണികൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ പരസ്പര കണ്ണികൾ കൂട്ടിച്ചേർക്കാനാണ് കുടുംബം നൽകപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അറിവിൻ്റെ ലോകത്തിൽ മനുഷ്യൻ വ്യക്തിഗത ജീവിത ശൈലിയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതിനാൽ തന്നെ മനുഷ്യൻ ഇന്ന് ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ തളർന്നു പോകുകയും പരാജയ ഭീതിയിൽ നിന്ന് ഉയർന്നു വരാൻ സാധിക്കാതെ ജീവിതത്തെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കേണ്ട കുടുംബത്തിലെ അംഗങ്ങളായ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ വല അഥവാ കണ്ണികൾ അകന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മെ ഓരോരുത്തരെയും ദൈവമേൽപ്പിച്ചിരിക്കുന്ന കടമയാണ്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം, മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് രൂത്ത് നവോമിയോട് പറയുന്നു. വേർപാടിൻ്റെ ദുഃഖവും ജീവിത പ്രതിസന്ധിയും സമൂഹത്തിൻ്റെ കുത്തുവാക്കുകളുമൊക്കെ ഒരു കുടുംബത്തെ വല്ലാതെ പിടിച്ചുലച്ച ജീവിത സാഹചര്യത്തിൽ തൻ്റെ അമ്മാവിയമ്മയായ നവോമിയോട് രൂത്ത് പറയുന്ന വാക്യമാണിത്. ദൈവസ്നേഹത്തിൽ നിന്നുടലെടുക്കുന്ന സംസർഗം ഭൂമിയിൽ സൃഷ്ടിക്കുകയാണ് ഓരോ കുടുംബത്തിൻ്റെയും ധർമ്മം. വിവാഹ ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് വിവാഹം അതിൽ തന്നെ മാന്യമാണ്, കിടക്ക നിർമ്മലവുമാണ്. ദൈവം കൂട്ടിച്ചേർത്ത് പരസ്പര ബന്ധങ്ങളെ അർത്ഥവത്തായി കാത്തു സൂക്ഷിക്കുവാനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കടമകളെ തിരിച്ചറിഞ്ഞ് അർത്ഥവത്തായി നിർവഹിക്കുന്നതിനും കുടുംബത്തിൽ വ്യക്തികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. മനുഷ്യ ശരീരങ്ങൾ ഉപഭോഗ വസ്തുക്കളായി തരം താഴ്ത്തപ്പെടുകയും ആനന്ദത്തിനുള്ള ഉപാധിയായി വികലമാക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതത്തെ തിരിച്ചറിയാനും ദൈവരാജ്യ നിർമ്മിതിക്കായുള്ള പരസ്പര ബന്ധങ്ങളെ നിലനിർത്താനും വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ കുടുംബജീവിതത്തിൻ്റെ പരിപാവനതയിലേക്ക് ദൈവം നമ്മെ നയിച്ചു എന്ന ബോധ്യത്തിൽ ദൈവാശ്രയ ബോധ്യത്തോടെ ജീവിക്കുന്നിടത്താണ് പരസ്പര ബന്ധങ്ങൾ അർത്ഥവത്തായിത്തീരുന്നത്. ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും മനോഹരവും ഉദാത്തവുമായ ഘടകമാണ് കുടുംബം. ആയതിനാൽ ദൈവത്തെ കൂടാതെ കുടുംബത്തിന് യാതൊരു അസ്തിത്വവുമില്ല. കുടുംബം ഒരു ഉടമ്പടി സമൂഹമാണ്. സ്ത്രീയും പുരുഷനും അവരോട് ബന്ധപ്പെട്ടവരും ദൈവത്തോട് ചേർന്ന് ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കുന്നതാണ് കുടുംബം. ഇതിൻ്റെ അടിസ്ഥാനം ദൈവസ്നേഹമാണ്. ദൈവിക കരുതൽ അനുഭവിക്കുന്നതോടൊപ്പം ആ കരുതലും സ്നേഹവും കുടുംബാംഗങ്ങൾ തമ്മിലും പുലർത്തേണ്ടതാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് കുടുംബങ്ങൾ തമ്മിൽ ബന്ധങ്ങളുടെ ഒരു വല സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവകൃപയിൽ ആശ്രയിച്ച് പരസ്പര അംഗീകാരവും ആദരവുമുള്ള ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട കുടുംബങ്ങളെ കെട്ടുപണി ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.